യുദ്ധം നീണ്ടു പോകുകയാണെങ്കിൽ കഥയെല്ലാം മാറും. ലോകമെങ്ങും ഓഹരി വിപണികൾ തകരും. സ്വർണം വെള്ളി വിലകൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേക്കുള്ള നിലയിലേക്ക് കയറും. രൂപ തകർന്നടിയും. നീണ്ട യുദ്ധം എല്ലായിടത്തും സാമ്പത്തിക വളർച്ച കുറയ്ക്കും. എണ്ണവില $100 മുകളിലാകും. സാമ്പത്തിക മാന്ദ്യവും വിലക്കയറ്റവും ഒന്നിച്ചു വരുന്ന അവസ്ഥ നമ്മൾ നേരിടേണ്ടി വരും. യുദ്ധം നീളുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ വളർച്ചയെ സാരമായി ബാധിക്കും. 1 കോടിയിലധികം പ്രവാസി ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നു. അവരിൽ നിന്നുള്ള വരവ് കുറയുന്നത് ഇന്ത്യക്ക്, പ്രത്യേകിച്ച് കേരളത്തിന് ക്ഷീണമാകും. യുദ്ധം നീണ്ടാൽ ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കുള്ള കയറ്റുമതി തടസ്സപ്പെടും. അതും ഇന്ത്യക്ക് തിരിച്ചടിയാകും. ഗൾഫ് മേഖലയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് കിട്ടിയിട്ടുള്ള വലിയ നിർമ്മാണ കരാറുകൾക്കും ക്ഷീണം തന്നെ അത് ഉണ്ടാക്കും. യുദ്ധം വേഗം തീർന്നാൽ പുനർനിർമ്മാണ ജോലികളും മറ്റും കിട്ടുകയും ചെയ്യും. യുദ്ധം ചെറുതല്ലാത്ത ആഘാതമേൽപ്പിച്ചു. ശാന്തമായ നാട് എന്ന പേര് നഷ്ടമാക്കി. ഗൾഫ് മേഖലയിൽ ദുബായിലും ദോഹയിലും മറ്റും വ്യോമയാന ഹബ്ബുകളും 2 ദിവസമായി അടഞ്ഞുകിടക്കുകയാണ്. എന്ന് പുനരാരംഭിക്കാൻ പറ്റുമെന്ന് പറയാനാവില്ല. വ്യോമയാനത്തിലും ടൂറിസത്തിലും മാത്രമല്ല ഇത് നഷ്ടം വരുത്തുന്നത്. ലണ്ടൻ ബദലായ ധനകാര്യ കേന്ദ്രം എന്ന നിലയിലെ ദുബായിലെ വളർച്ചയെയും ദുബായിലേക്കുള്ള മൂലധന പ്രവാഹവും തടസ്സപ്പെടുത്തുന്നതാണ് ഈ ആക്രമണങ്ങൾ. മറ്റൊരു പ്രധാന കാര്യം പറയട്ടെ. ഇമാം മഹദി റളിയല്ലാഹു അൻഹു വരുന്ന ആദ്യ റമളാനിലെ ആദ്യ ദിവസങ്ങളിൽ ചന്ദ്രഗ്രഹണവും റമളാനിലെ പകുതിയിൽ സൂര്യഗ്രഹണവും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയുന്നതെന്തെന്നാൽ മാർച്ച് 3 നാളെ നടക്കുന്ന ചന്ദ്രഗ്രഹണം ഇമാം മഹദിയുടെ വരവിനുള്ള തെളിവ് തന്നെയാണോ? അറിയില്ല. എനിക്ക് ഉറപ്പിച്ചു പറയുവാൻ ഇതിനിടയിൽ ഒരു സൂര്യഗ്രഹണം സംഭവിക്കുമോ? ഹദീസുകളിൽ റമളാനിലെ ആദ്യ ദിവസം എന്ന് പറയുന്നത് റമളാനിലെ ആദ്യ പകുതിയാണോ? അത്ര ജ്ഞാനമില്ലാത്ത എനിക്ക് ഇത് ഉറപ്പിച്ചു പറയുവാനാകില്ല. എന്നാലും റമളാനിലെ ആദ്യ പകുതിയായ നാളെ ഒരു ചന്ദ്രഗ്രഹണം നടക്കാൻ ഇരിക്കുന്നു. സൂര്യഗ്രഹണം നടക്കുമോ എന്നുള്ളത് അറിയില്ല. എന്നാലും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോകളിൽ 2028 ഇത്തരത്തിലൊരു അപൂർവ സംഗമം നടക്കാനിരിക്കുന്നു എന്നുള്ള വാർത്ത കാണാൻ ഇടയായതും ഇമാം മഹദി എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തുമെന്നുള്ള കാര്യം വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഇറാനിൽ നടക്കുന്ന ഈ യുദ്ധം തീർച്ചയായും ഇമാം മഹദിയെ സ്വാഗതം ചെയ്യുന്നു. ചരിത്രത്തിൽ ഇമാം മഹദിയെ കാത്തിരിക്കുന്ന, എങ്ങനെയെന്നാൽ പ്രതീക്ഷയോടെ ഇമാം മഹദിയുടെ വരവിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ജനസമൂഹം, അത് ഇറാനികളാണ്. ഷിഹാബ് ചോറ്റൂർ എന്ന ഒരാൾ നടന്ന് മക്കയിലേക്ക് യാത്രയാകുമ്പോൾ പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. ഇറാനിൽ അദ്ദേഹം കണ്ടത് സർവ്വ തെരുവുകളിലും സലാം യാ മഹദി എന്ന് പറഞ്ഞ് ഇമാം മഹദിയെ വരവേൽക്കുന്ന വാക്കുകളെക്കുറിച്ച് അദ്ദേഹം മൊഴിഞ്ഞത് ഇപ്പോൾ കാതുകളിൽ മുഴങ്ങുന്നു. തീർച്ചയായും മുസ്ലിം സമൂഹത്തിന് ഇനി ഒരു രക്ഷകനായി ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആ മഹാമനുഷ്യൻ്റെ വരവ് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായും ഇമാം മഹദി റളിയല്ലാഹു അൻഹു വരുവാൻ അടുത്തിരിക്കുന്നു. തീർച്ചയായും ഇത് ഹബീബിൻ്റെ പ്രവചനമല്ലേ? ഇമാം മഹദി വരാനുള്ള സമയമായിരിക്കും. അതുകൊണ്ട് അവരവരുടെ വീടിനെ ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്വം അവരവരെ ഏറ്റെടുക്കണം. എന്തായാലും വേണ്ടില്ല, പണം കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല, അതും മര്യാദവും അച്ചടക്കവും പുരയിലുണ്ടാകാം. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. എന്തുകൊണ്ട്? മഹദി ഇമാം വന്നാൽ നിരുത്തരവാദികളായ ബാപ്പമാരെ ശിക്ഷിക്കും. അല്ലാഹു കാക്കട്ടെ. മഹദി ഇമാം വരും. എപ്പോൾ വരുമെന്നാൽ വളരെ പെട്ടെന്ന് വരും. വളരെ പെട്ടെന്ന് വരും. ഇമാം മഹദി വളരെ പെട്ടെന്ന് വരും. വളരെ എന്ന് പറഞ്ഞാൽ വളരെ. സമയം എനിക്കറിയുന്നത് പോലും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷെ വളരെ പെട്ടെന്ന് വരും. മഹദി ഇമാമിനെ കാണാൻ കഴിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് മഹദി ഇമാമിനെ കാണും സലാം പറയുകയും ചെയ്യാൻ കഴിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ.